ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. പ്രതീക്ഷ കുറെ നാളായല്ലോ കണ്ടിട്ട്. എന്ത് പറ്റി? ചെറിയൊരു ആക്സിഡന്റ്. ആണോ? അതെയോ? ഇപ്പൊ ഓക്കെ ആയോ? ഓക്കെ. ആ ഓക്കെ. അപ്പൊ ക്ലാസ്സുകളൊക്കെ റെക്കോർഡൊക്കെ ഇരുന്ന് കാണണം കേട്ടോ. ഓക്കെ. ഓക്കെ അശ്വിനി, വായിച്ചിരുന്ന അന്നത്തെ ചാപ്റ്റർ ഒക്കെ മനസ്സിലായില്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ നമ്മളിന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് തുടങ്ങാൻ പോകുന്നത് കേട്ടോ. ഡിസ്ചാർജ് പ്രോസസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ചാപ്റ്റർ 11 കേട്ടോ. ഓക്കെ. ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കേട്ടോ. ഇൻട്രൊഡക്ഷൻ നിങ്ങളൊന്ന് വായിച്ചു വന്ന് മൈൻഡിലൊന്ന് റീഡ് ചെയ്താൽ മതി കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം. വായിച്ചോ? വായിച്ചു. അപ്പൊ നമുക്ക് ഈസി ആണ്, അധികം പ്രശ്നങ്ങളൊന്നുമില്ല, പെട്ടെന്ന് മനസ്സിലാവുന്ന ചാപ്റ്റർ ആണ്. ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണിത്, ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ വേണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണെന്ന് കേട്ടോ. ഓക്കെ. A discharge from hospital is the formal release of patient from a hospital after a procedure of a course of treatment. അതായത് എന്താ പറയാ, ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഹോസ്പിറ്റലിൽ എന്താണ് അഡ്മിറ്റ് ആവുകയാണ് അല്ലെ. ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന്റെ ആ ഒരു കാലയളവ്, ആ ഒരു പീരീഡിന് ശേഷം എന്താണ് നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് പോരുവാണ് ചെയ്യുന്നത്. അതായത് ഒരു കോഴ്സ് അല്ലെങ്കിൽ എന്താണ് ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എന്താണ് നമ്മള് ഹോസ്പിറ്റലിൽ കിടക്കുന്നു. അവിടെ നമ്മൾക്ക് ട്രീറ്റ്മെന്റിന് ശേഷം നമ്മളെ അവരെന്ത് ചെയ്യുന്നു, ഒഫീഷ്യലി അല്ലെങ്കിൽ ഫോർമൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളെ റിലീസ് ചെയ്യുന്നതാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അതാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. എന്തെങ്കിലും ഒരു അവസ്ഥ, എന്തെങ്കിലും ഇപ്പൊ ഒരു ആക്സിഡന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗാവസ്ഥ ആയിക്കോട്ടെ, നമുക്ക് നോർമൽ ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു അസുഖങ്ങളായിക്കോട്ടെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമല്ലോ. ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ആ ട്രീറ്റ്മെന്റിന്റെ കംപ്ലീഷന് ശേഷം അവിടെ നിന്ന് നമ്മളെ റിലീസ് ചെയ്യുന്നതാണ് ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇവിടെ രണ്ടാമത്തെ ഇതിൽ പറയുന്നത് എന്താ, ഡിസ്ചാർജ് ഹാപ്പൻസ് whenever a patient leaves hospital on the completion of treatment, signing out medical advice, transferring to another health care institution or death. അതായത് ഡിസ്ചാർജ് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാല്, ഇവിടെ ഡിസ്ചാർജ് എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഡിസ്ചാർജ് നടക്കുന്നത് എപ്പോഴാണ്, ഒന്നില്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ കംപ്ലീഷന് ശേഷം. അതായത് നമ്മളൊരു ട്രീറ്റ്മെന്റ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കണം. ഇപ്പൊ എനിക്കൊരു പനി വന്നു, എനിക്ക് ആന്റിബയോട്ടിക്സ് കുത്തിവെക്കുക ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. അപ്പൊ 5 ദിവസത്തെ ആന്റിബയോട്ടിക്സ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, എന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, അവര് റിലീസ് ചെയ്യുക അല്ലെ. അതായത് ആ കോഴ്സ് കഴിഞ്ഞു, ആ ആന്റിബയോട്ടിക്സിന്റെ കോഴ്സ് എന്ന് പറയുന്നത് 5 ദിവസമായിരുന്നു. 5 ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ കിടന്നത്. അതിനുശേഷം എന്ത് വേണ്ട, പിന്നെ ഞാൻ അവിടെ കിടക്കേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ ഒരു ട്രീറ്റ്മെന്റിന്റെ കംപ്ലീഷന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് അവര് ഡിസ്ചാർജ് തരാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ, സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ. അതായത് സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ സാമ എന്നാണ് ഉദ്ദേശിക്കുന്നത്. SAMA, സാമ. അതായത് ഡോക്ടറുടെ ഉപദേശത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, രോഗികള് തന്നിഷ്ടപ്രകാരം പോകുന്നതിനാണ് എന്ത് പറയുന്നത്, സൈനിങ് ഔട്ട് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്നത് കേട്ടോ. അതിപ്പോ പല രീതിയിൽ ഉണ്ടാവാം. എന്താ പറയാ, ഇപ്പൊ ചിലവർക്ക് ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിനോട് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ചിലവർക്കാണെങ്കിൽ എന്താണ് ആ ഒരു എന്താ പറയാ, ഡോക്ടറിന് അത്ര പിടിച്ചിട്ടുണ്ടാവില്ല. അതായത് ഡോക്ടറുടെ കൺസൾട്ടേഷനിൽ എന്താണ് അവർക്ക് തൃപ്തി ഉണ്ടാവില്ല, സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അപ്പൊ ആ ഒരു അവസരങ്ങളിലൊക്കെ എന്താണ് പോവാണ്. അതായത് അങ്ങനെയുള്ള അവസരങ്ങളിൽ രോഗികള് നിർബന്ധപൂർവ്വം എന്താണ് ഡിസ്ചാർജ് വാങ്ങിയിട്ട് പോകും. അപ്പോ പിന്നെ 2 തരത്തിലുള്ള ഡിസ്ചാർജ് ആണ് പറഞ്ഞത്. ഒന്ന് നമ്മുടെ ചികിത്സയ്ക്ക് ശേഷം നമ്മൾ അവർ വിട്ടയക്കും.
രണ്ടാമത്തത് അവരുടെ ഇഷ്ടത്തിനല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് ഡിസ്ചാർജ് വാങ്ങുന്നുണ്ട്. അതാണ് സാമം. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മള് മറ്റൊരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് അതും ഒരു എന്താ പറയാ ഡിസ്ചാർജ് എന്ന് തന്നെ പറയാം. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ട്രീറ്റ്മെന്റിനോട് നമ്മൾക്ക് എന്താ പറയാ, അതായത് ആ ഒരു ട്രീറ്റ്മെന്റ് അതുമായിട്ട് ആ ഒരു ട്രീറ്റ്മെന്റുമായിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പോകും. അല്ലെങ്കിൽ എന്താണ്, ഹോസ്പിറ്റൽ അതോറിറ്റി തന്നെ എന്താണ് നമുക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളെ വേറെ ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. അതാണ് ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നാലാമത്തേതാണ് ഓർ ഓൺ ഡെത്ത്. അതെന്താ പറയാ, അതായത് മരണം. അതായത് എന്താ പറയാ, ഇപ്പൊ ഒരു പേഷ്യന്റിനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു, പേഷ്യന്റിന് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ എന്താണ്, പേഷ്യന്റിന്റെ നില ക്രിട്ടിക്കൽ തന്നെയാണ്. അതായത് കാര്യമായിട്ട് മാറ്റം ഒന്നുമില്ല. പിന്നീട് പെട്ടെന്ന് ആ പേഷ്യന്റ് മരിക്കുകയാണ് ചെയ്യുന്നത്. മരിച്ചിട്ട് ആ പേഷ്യന്റിനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് എന്തായിട്ട് തന്നെയാണ്, ഡിസ്ചാർജ് ആയിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ 4 കാര്യങ്ങളാണ് പ്രധാനമായും ഞാനിവിടെ പറഞ്ഞത്. 4 പ്രധാനപ്പെട്ട പോയിന്റ്സ് പറഞ്ഞു. ഒന്ന് ഞാൻ പറഞ്ഞു എന്താണ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞു. ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഒരു ഫോർമൽ ആയിട്ടുള്ള കേസ് ആണ്, ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റിന് ശേഷം നടക്കുന്നത്. ഓക്കെ, ഇനി 4 കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഡിസ്ചാർജ് ഉണ്ടാവുന്നത് അല്ലെ. ആദ്യത്തേതെന്ന് പറയുന്നത് എന്താ പറയാ, അതായത് നമ്മളിപ്പോ ഒരു കംപ്ലീഷൻ ഓഫ് ട്രീറ്റ്മെന്റ് നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞാല് അവിടെ നമുക്ക് എന്ത് ചെയ്യും, അവർ ഡിസ്ചാർജ് തരും. രണ്ടാമത്തേത് നമ്മള് നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങിയാണ് അവിടെ നിന്ന് പോരുന്നതെങ്കിൽ എന്താണ്, അതും എന്താണ്, ഡിസ്ചാർജ് ആണ്. മൂന്നാമത്തേത് ഫർദർ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ ചെല്ലുവാണെങ്കിൽ അതും എന്ത് തന്നെയാ, ഡിസ്ചാർജ് തരും. ഇനി മരിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളെ കൊണ്ടുപോകുന്നതെങ്കിൽ അതും എന്ത് തന്നെയാ, അതും ഡിസ്ചാർജ്. ഈ 4 പോയിന്റ്സ് ആണ് ഇപ്പൊ പ്രധാനപ്പെട്ടത്. ക്ലിയർ ആണോ? പ്രതീക്ഷ ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ. നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പ്രൊസീജിയർ. ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കൂ കേട്ടോ നിങ്ങള്. ആ 2 കണ്ടോ, ഹെഡിങ് വായിക്കാം, പിന്നെ 2 ടൈപ്പ് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം മൈൻഡിൽ കേട്ടോ. അയച്ചോ? വായിച്ചല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് എന്ന് പറയണേ അല്ലെ. അതായത് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സിന് പല ടൈപ്സ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ കൊടുത്തിരിക്കുന്ന നോക്കിയേ, റൂട്ടീൻ ഡിസ്ചാർജ് എന്ന് കൊടുത്തിട്ടുണ്ട്, പിന്നെ AMI ഡിസ്ചാർജ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്, ഡിസ്ചാർജ് ടു പോസ്റ്റ് പാലിയേറ്റീവ് കെയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഡിസ്ചാർജ് ആണത്
റൂട്ടീൻ ഡിസ്ചാർജ്. ഓക്കെ, അതായത് ഡിസ്ചാർജിന്റെ തന്നെ പല ടൈപ്പുകളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആദ്യം ഞാൻ പറഞ്ഞിരുന്നത് എന്താ, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നത് എങ്ങനെയാണ് ഡിസ്ചാർജ് സംഭവിക്കുന്നത്, അതാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ പറയുന്നത് പലതരത്തിലുള്ള ഡിസ്ചാർജുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ അതിനകത്ത് ഫസ്റ്റ് വൺ റൂട്ടീൻ ഡിസ്ചാർജ് കേട്ടോ. റൂട്ടീൻ ഡിസ്ചാർജിന് നേരെ തന്നെ നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്, യു കാൻഡ് ഡിസ്ചാർജ് ഓൺ ദ അഡ്വൈസ്ഡ് ഡോക്ടേഴ്സ്. അതായത് റൂട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഡിസ്ചാർജ് ആണ്. അത് ഡോക്ടർമാരുടെ അഡ്വൈസ് കൊണ്ട് നടക്കുന്ന ഡിസ്ചാർജിനെയാണ് പറയുന്നത് നമ്മുടെ റൂട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. റൂട്ടീൻ ഡിസ്ചാർജ് ഈസ് റെഫേർഡ് ടു ആസ് ദ പ്രോസസ് ഓഫ് എ പേഷ്യന്റ് being discharged from a hospital or health care facility after getting medical treatment or care. അതായത് ഈ ഒരു റൂട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ അതൊരു പ്രോസസ് ആണ്. എന്താ ചെയ്യുന്നത് അവിടെ, അതായത് പേഷ്യന്റിനെ നമ്മള് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്നു. എന്തിനു ശേഷം രോഗിക്ക് ശരിയായ രീതിയിലുള്ള ഒരു മെഡിക്കൽ കെയർ കിട്ടിയതിനു ശേഷം രോഗി എന്ത് ചെയ്യാണ്, നമ്മള് ആ ഒരു അയാൾ കിടക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മള് ഡിസ്ചാർജ് ചെയ്യാണ്. ആ ഒരു സമയത്ത് ഡോക്ടർ വന്ന് നോക്കുമ്പോൾ ഡോക്ടറാണ് തീരുമാനിക്കുന്നത് ഇയാൾക്ക് ഡിസ്ചാർജ് കൊടുക്കണോ വേണ്ടിയോ. അങ്ങനെയുള്ള ഡിസ്ചാർജ് ആണ് റൂട്ടീൻ ഡിസ്ചാർജ്. ഓക്കെ, ഇനി the healthcare team will then provide the patient with the information about their condition, medication, follow-up care and any lifestyle changes necessary for them. അതായത് ഈ ഒരു റൂട്ടീൻ ഡിസ്ചാർജ് നടക്കുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉണ്ടല്ലോ, അതായത് ഹെൽത്ത് കെയർ ടീം ഉണ്ടല്ലോ ഹോസ്പിറ്റലിലെ, അവരെന്ത് ചെയ്യും, പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള, അതായത് പേഷ്യന്റെ കണ്ടീഷൻ എന്താണ്, അവരിപ്പോ പോകുന്ന അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ അവരുടെ മരുന്നുകൾ എന്തെല്ലാമാണ്, അവര് വീട്ടിൽ ചെന്നാൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ എന്താ പറയാ അവര് വരുത്തേണ്ട ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്തെല്ലാമാണെന്നൊക്കെ എന്താണ് അത് പറഞ്ഞു കൊടുക്കുന്നത് റൂട്ടീൻ ഡിസ്ചാർജിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, നിങ്ങളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് അവിടെയുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ധാരാളം ദിവസം തന്നു. അതിനുശേഷം എന്താണ് ഡോക്ടർ വന്ന് പറയാണ് നിങ്ങൾക്ക് ഇനി ഡിസ്ചാർജ് ആകാം. തുടർന്ന് എന്ത് ചെയ്യും, നഴ്സുമാരും അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകളും എന്ത് ചെയ്യും, ഇവർക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ എന്ത് ചെയ്യും കൊടുക്കാനായിട്ട് തീരുമാനിക്കും, അല്ലെങ്കിൽ നിർദ്ദേശിക്കും. മരുന്നുകൾ കഴിക്കേണ്ട വിധം എങ്ങനെയാണ്, വീട്ടിൽ ചെന്നാൽ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്, എന്തൊക്കെ വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റൂട്ടീൻ ഡിസ്ചാർജിലാണ് ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണോ? റൂട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഡിസ്ചാർജ് ആണ്. നമ്മൾ എല്ലാവരും ഏറെക്കുറെ നമ്മൾ കാണുന്ന ഡിസ്ചാർജിനെ നമ്മളത് പറയുന്നേ റൂട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തേത് AMA ഡിസ്ചാർജ് ആണ്. AMA ഡിസ്ചാർജ് ഇൻഡിക്കേറ്റ്സ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അതായത് ഇവിടെ പറയുന്നത് എന്താ, നമ്മുടെ മെഡിക്കൽ അഡ്വൈസിനെതിരായിട്ട്, അതായത് ഡോക്ടർമാരുടെ ഉപദേശത്തിന് എതിരായിട്ട് നടക്കുന്ന ഡിസ്ചാർജിനെയാണ് നമ്മള് AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, which occurs when a patient takes decision to leave a hospital or healthcare facility before their treatment is complete against the advice of their healthcare provider. AMA discharge may occur for a variety of reasons, including desire to leave the hospital early, disagreement with the recommended treatment plan, or defect with the quality of care. അതായത് ഒരു AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത് ദിസ് ഈസ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. അതായത് ഡോക്ടർമാരുടെ ഉപദേശത്തിന് വിരുദ്ധമായി അവരുടെ ഇഷ്ടത്തിനല്ലാതെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്തു പോകുന്നതിനെയാണ് ഇത് പറയുന്നത് AMA അഥവാ അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഡോക്ടർമാര് അതായത് ഡോക്ടർമാരുടെ കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക നിർദ്ദേശം ഇല്ലാതെ നമ്മൾ നിർബന്ധപൂർവം പോകുന്നതാണ് AMA ഡിസ്ചാർജ്.
ഒരു രോഗി അവരുടെ ചികിത്സ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒരു ആശുപത്രിയിൽ അല്ലെങ്കിൽ ഒരു ആരോഗ്യ സംരക്ഷണ കേന്ദ്രം വിടാൻ തീരുമാനിക്കുന്നു. അതായത് അതായത് ഇപ്പോ AMA എടുത്തുകൊണ്ട് അതായത് AMA ചെയ്യുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് അവരെന്താ ചെയ്യുന്നത്? അവര് ആ ഒരു ആശുപത്രി, അവര് നിലവിൽ കിടക്കുന്ന ഒരു ആശുപത്രി വിടാനായിട്ട് ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് പോരാനായിട്ട് ശ്രമിക്കുന്നതാണ് എന്ത്? AMA ഡിസ്ചാർജ്. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് AMA ഡിസ്ചാർജിന് പല കാരണങ്ങളുണ്ട്. എന്തൊക്കെയാ കാരണങ്ങള്? ഇൻക്ലൂഡിങ് ഡിസയർ ടു ലീവ് ദ ഹോസ്പിറ്റൽ എർലി. അതായത് ചില പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. നമുക്കറിയാലോ, അതായത് പ്രായമായവർക്കൊക്കെ ആണെങ്കിൽ ഒട്ടും ഇഷ്ടമുണ്ടാവില്ല കിടക്കാനായിട്ട്. അവരെപ്പോഴും എന്ത് പറയും? വീട്ടിൽ പോണം എന്നേ പറയുള്ളൂ അല്ലെ? അപ്പോ ഈ ഒരു ഡിസ്ചാർജിന്റെ പ്രത്യേകത ഇതിനകത്ത്, അതായത് ഇങ്ങനെയുള്ള രോഗികൾ, അതായത് AMA ഡിസ്ചാർജ് എടുക്കുന്ന രോഗികൾക്ക് നേരത്തെ ആശുപത്രി വിടാനുള്ള താല്പര്യമാണ് കേട്ടോ. ഓക്കെ. അതായത് ഒട്ടും ഇഷ്ടമില്ലാത്ത ഹോസ്പിറ്റലിൽ കിടക്കണം എന്ന ചിന്തയില്ലാത്ത, എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്ന് വിചാരിക്കുന്ന പേഷ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ആദ്യം തന്നെ എന്ത് ചെയ്യുന്നത്? AMA എടുക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. രണ്ടാമത്തത് ഡിസ്അറേഞ്ച്മെന്റ് വിത്ത് ദ റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ. അതായത് ഇവരുടെ രോഗത്തിന് ഡോക്ടർ ഇന്ന ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ടാകും. പക്ഷെ രോഗിക്ക് എന്താണ്? ഇതിനോടൊരു ഡിസ്എഗ്രിമെന്റ് ഉണ്ടാവും. അതായത് ആ ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകളും കാര്യങ്ങളും കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ നിന്ന് കൊടുക്കാനായിട്ട് ആർക്ക് താല്പര്യം ഉണ്ടാവില്ല? പേഷ്യൻസിന് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് AMA മേടിച്ച് പോവാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവര് വന്നിരിക്കുന്ന, അല്ലെങ്കിൽ അവര് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രശ്നം അവിടെ വരുന്നത്. അവർ AMA എടുത്ത് പോകുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ഡിഫക്ട് വിത്ത് ദ ക്വാളിറ്റി ഓഫ് കെയർ. അതായത് ഓരോ ഹോസ്പിറ്റലിലും ഓരോ രീതിയിലാണ് ക്വാളിറ്റി ഉണ്ടാവുക. ഇപ്പൊ ഇന്ന് ഞാൻ കയറിയ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി ആയിരിക്കില്ല അശ്വിനി കയറുന്ന ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്നത്. രണ്ടും തമ്മിൽ എന്തുണ്ടാകും? ക്ലാഷ്, അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ? അതായത് ഓരോ ഹോസ്പിറ്റലുകൾ തമ്മിൽ അവർ തമ്മിൽ കൊടുക്കുന്ന സർവീസ് തമ്മിൽ എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും. ക്വാളിറ്റി തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോ ഗുണനിലവാരത്തിൽ എല്ലാ പേഷ്യൻസും വരും. നമ്മളായാലും ഇപ്പൊ നമ്മളൊരു കടയിൽ ചെന്ന് ഫോൺ മേടിക്കാനായിട്ട് നോക്കുകയാണെന്ന് വിചാരിക്കാം. നമ്മൾ എന്താ ആദ്യം ചെയ്യാം? എന്താ അശ്വിനി നമ്മൾ ചെയ്യാം? ഫോൺ എടുത്ത് നമ്മൾ നോക്കില്ലേ? നോക്കൂ അശ്വിനി, ഫോൺ എടുത്ത്. അശ്വിനി പോയോ? എന്താ ചെയ്യാ? നമ്മളൊരു ഫോൺ മേടിക്കാനായിട്ട് കടയിൽ ചെല്ലും. അത് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ബ്രാൻഡ് പറഞ്ഞ് ചെക്ക് ചെയ്യും ഫോൺ. ഏറ്റവും നല്ല ഫോൺ മേടിക്കാനല്ലേ നോക്കുള്ളൂ? അല്ല, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഫോൺ മേടിക്കാനല്ലേ നോക്കുള്ളൂ? അല്ലേ? പക്ഷെ ആ ക്വാളിറ്റി അവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളത് വാങ്ങിക്കാൻ നോക്കുവോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമ്മുടെ ക്വാളിറ്റി, അതായത് ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്തുണ്ടാക്കും? AMA വാങ്ങിച്ച് പോകാനായിട്ട് രോഗിയെ ഇതാക്കും. അതായത് അവിടെ ചിലപ്പോ എക്യുപ്മെന്റ്സ് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവാം അവർ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ എന്തെങ്കിലും പിശകുകൾ ഉണ്ടാവാം, നഴ്സുമാരുടെ. അപ്പൊ എന്തെങ്കിലും ഒരു ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ്, ഹെൽത്ത് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ക്വാളിറ്റിയെ ആശ്രയിച്ചുകൊണ്ടാണ് അവരുടെ ഒരു മുന്നോട്ട് പോകുന്നത് ഹോസ്പിറ്റലുകാരുടെ. അപ്പൊ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഡ്യൂട്ടി ആർക്കുണ്ട്? ആ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുണ്ട്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ലെങ്കിൽ എന്താ പറ്റുക? ആളുകൾ എന്തെങ്കിലും അവിടെ നിന്ന് ലീവായിട്ട് പോകും. ഓക്കെ. ഓക്കെ. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്? ഈ ഒരു AMA ഡിസ്ചാർജില് വരുന്നത് കേട്ടോ. ഓക്കെ. 2 ഡിസ്ചാർജുകൾ നമ്മൾ പറഞ്ഞല്ലേ? ഒന്ന് പറഞ്ഞ പ്രതീക്ഷ, എന്താണ് ഡിസ്ചാർജിന്റെ ഡെഫിനിഷൻ? ലൈക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയണോ, അല്ല ഇങ്ങനെ പേഷ്യൻസിനെ ലൈക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയുള്ള ഇത് ലൈക്ക് ഒരു എന്താ പറയുന്നത്, ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ്
ഫോമൽ റിലീസ് ആണ് കേട്ടോ. ഫോമൽ റിലീസ്. ഫോമൽ റിലീസ് ആണ്. ഓക്കെ. എത്ര തരത്തിൽ സംഭവിക്കാം ഡിസ്ചാർജ്? 4 പോയിന്റ് ഞാൻ പറഞ്ഞില്ലേ. ലൈക്ക് മറ്റേ സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ്. ആദ്യത്തേത് വരുന്നത് കംപ്ലീഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ. കംപ്ലീഷൻ ഓഫ് ട്രീറ്റ്മെന്റ്, സൈനിങ് ഔട്ട് മെഡിക്കൽ അഡ്വൈസ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഡെത്ത്. അശ്വിനി, എത്ര തരത്തിലുള്ള ഡിസ്ചാർജ് ഉണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. 2 തരത്തിലുള്ള ഡിസ്ചാർജ് ഉണ്ട്, റൊട്ടീൻ ഡിസ്ചാർജും പിന്നെ AMA ഡിസ്ചാർജ്. റൊട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി ഒരു ട്രീറ്റ്മെന്റ് കോഴ്സ് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഹെൽത്ത് കെയർ ടീം തന്നെ അവരുടെ മെഡിക്കേഷൻസ് അതുവരെ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്യും. AMA എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നുകിൽ അവർക്ക് ഹോസ്പിറ്റലിൽ നേരത്തെ പോകാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ക്വാളിറ്റി മെഡിക്കേഷൻസിന്റെ ക്വാളിറ്റി മതിയാവേണ്ടി വന്നിട്ട് പോകുന്നു, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്ലാനിങ്ങിന്റെ ഡിസ്ഇംപ്ലിമെന്റ് കൊണ്ടിട്ട് നേരത്തെ പോകുന്നു, അതായത് മെഡിക്കൽ അഡ്വൈസിന് അഗൻസ്റ്റ് ആയിട്ട് പോകുന്നു. എങ്ങനെയാക്കിയ അല്ല മറ്റേ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് റൂട്ടീൻ ഡിസ്ചാർജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്? എന്തൊക്കെ കാര്യങ്ങളാണ് പേഷ്യൻസിന് അവർ ചെയ്തു കൊടുക്കുക ഹോസ്പിറ്റലില് റൂട്ടീൻ ഡിസ്ചാർജിലാവുമ്പോ? അവർക്ക് അതുവരെ ചെയ്തിരിക്കുന്ന കണ്ടീഷൻസ് ഇൻഫോർമേഷൻസ് പറഞ്ഞു കൊടുക്കും, അതുവരെ ചെയ്തിരിക്കുന്ന മെഡിക്കേഷൻസ് ഫോളോ അപ്പ് ചെയ്ത് വെക്കും, പിന്നെ അതേപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽസിൽ ഏതൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത് പറഞ്ഞു കൊടുക്കും. ഓക്കെ. ഇനി AMA ഡിസ്ചാർജ് സംഭവിക്കുന്നത് എങ്ങനെയാ? AMA വരുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ് ക്വാളിറ്റി പോരാഞ്ഞിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഡോക്ടർ പറയുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് റെക്കമെൻഡേഷൻ അവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ വരുമ്പോഴത്തേക്കും AMA. നെക്സ്റ്റ് ആ ഫോം ഒന്ന് വായിച്ചോളൂ കേട്ടോ. AMA ഫോം കണ്ടെയ്ൻസ് എന്ന് പറയുന്ന സംഭവം ഒന്ന് വായിച്ചോളൂ. അവിടെ നോക്കിക്കോളൂ എന്താണ് പറയുന്നത് നോക്കാം. AMA ഫോം കണ്ടെയ്ൻസ്, അതായത് ഹോസ്പിറ്റലുകളിൽ AMA ഫോമുകൾ ഉണ്ട്. AMA എന്ന് പറഞ്ഞാൽ എന്താണ് AMA അശ്വിനി? അഗൈൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിന് വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്തിട്ട് ഹോസ്പിറ്റലുകളിൽ സെപ്പറേറ്റ് ആയിട്ട് എന്തുണ്ട് AMA ഫോമുകളുണ്ട്. അപ്പൊ ഇന്നത്തെ എന്താണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഒരു AMA ഫോം എന്തിനു വേണ്ടിയിട്ടാണ്, അതെന്തിനാണ് സൈൻ ചെയ്യിപ്പിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ. അപ്പൊ AMA ഫോമില് ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത്, I am leaving the hospital ward against the medical advice. Doctor explained to me about my disease condition and ill effects of discharge medical advice. Doctors, hospital and staff will not be responsible for any ill effect that may happen after my departure. ഇവിടെ രോഗി തന്നെ പറയുന്നത് എന്താ? I am leaving the hospital ward against the medical advice. ഞാൻ ഡോക്ടർമാര് പറയുന്നതിന് വിപരീതമായിട്ട്, അതായത് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ഓക്കെ. ഇത് ഡോക്ടർമാരുടെ ഇഷ്ടത്തിനല്ലാതെ ഞാൻ ഇവിടുന്ന് പോവാണ്. ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ കണ്ടീഷനും എന്റെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഡോക്ടർ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണ്, ഇയാളെ മൈൻഡിൽ തന്നെ വിചാരിക്കണം എനിക്ക് ഇവിടുന്ന് പോയേ നിവർത്തിയുള്ളൂ. അതുകൊണ്ട് ഡോക്ടേഴ്സും ഹോസ്പിറ്റലും സ്റ്റാഫുകളും ഉത്തരവാദികളല്ല. എന്തിന് ഉത്തരവാദികളല്ല? ഞാൻ ഇവിടുന്ന് പോയാല് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല്
ഹോസ്പിറ്റലിനോ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കോ യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല. ഇതാണ് എന്ത് ചെയ്യുന്നത് AMA ഫോം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മള് അതായത് ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്നവരെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിക്കാറുണ്ട്. കാരണം എന്തെങ്കിലും ഒരു കയ്യബദ്ധം ഓപ്പറേഷൻ ഇടയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞാല് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ആ സ്റ്റാഫിന്റെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഹോസ്പിറ്റലിലെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റ് വരാനായിട്ട് പാടില്ല. ഇതാണ് എല്ലാവരെയും കൊണ്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള AMA എടുത്തിട്ടുണ്ടെങ്കിൽ AMA എടുത്ത ആളെ കൊണ്ട് ഇത് സൈൻ ചെയ്യും കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് AMA വരുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. നെയിം ഓഫ് ദ പേഷ്യന്റ് റിലേറ്റീവ്. നമ്മൾ ഈ AMA ഇത്രയും വിവരങ്ങളുണ്ട്. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിൽ ഇത്രയും വിവരങ്ങളുണ്ട്. അതുകൂടാതെ ഒന്നില്ലെങ്കിൽ പേഷ്യന്റിന്റെ പേര് എഴുതാം, അല്ലെങ്കിൽ റിലേറ്റീവിന്റെ പേര് എഴുതാം. ഓക്കെ, ആരാണോ സൈൻ ചെയ്യുന്നത് അവരുടെ പേര് എഴുതാം. പിന്നെ എന്താണ് റിലേഷൻ എന്ന് എഴുതാം, എന്താണ് സിഗ്നേച്ചർ എന്ന് എഴുതാം, അല്ലെ, സിഗ്നേച്ചർ ചെയ്യുക, അതായത് ഒപ്പിടുക. അതുപോലെ തന്നെ ഡേറ്റ്, ഏതാണോ ഡേറ്റ് വരുന്നത് ആ ഡേറ്റ് ഇടുക, പിന്നെ ടൈം. ഓക്കെ, ഇപ്പൊ നമ്മള് അവിടെ നിന്ന് നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി പോകുന്ന ആ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഡേറ്റിൽ നിന്നാണ് എനിക്ക് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് പോകേണ്ടത്. ഇന്നത്തെ ഡേറ്റ് ഇടുക. ഇപ്പൊ ടൈം എന്ന് പറയുന്നത് 3/6 ആ 3/6 ടൈം നോട്ട് ഇടുക, പിന്നെ സിഗ്നേച്ചർ ഇടുക. ഇത്രയും കാര്യങ്ങളിലാണ് ഇത് വരുന്നത്. AMA വരുന്നത് കേട്ടോ. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിൽ വരുന്നത് ആ ഒരു ഫോമിൽ വരും. ക്ലിയർ ആണോ? ഇനി ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഓക്കെ, ഒന്ന് വായിച്ചോളൂട്ടോ മോനെ. ട്രാൻസ്ഫറും അതുപോലെ തന്നെ ഡിസ്ചാർജ് ടു ഹോസ്പൈസ് പാലിയേറ്റീവ് കെയർ. 3-4 പോയിന്റുകൾ ഒന്ന് വായിക്കാം. അയച്ചു കഴിഞ്ഞോ? അല്ലേ, നമുക്ക് കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്. ഞാൻ നോട്ട്സ് പറഞ്ഞോട്ടെ പ്രതീക്ഷയെ? നോട്ട് എഴുതിക്കോളൂ കേട്ടോ. ഡിസ്ചാർജ് പ്രോസസ് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് ഡെഫിനിഷൻ എന്ന് കൊടുക്കുക കേട്ടോ. എഴുതിക്കോളൂ കേട്ടോ. അതിന്റെ ഡെഫിനേഷൻ ആണ് പറയുന്നത്. ഇത് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ, വായിച്ചു വെക്കുക. ഡിസ്ചാർജ് ഓഫ് പേഷ്യന്റ് ഫ്രം ദ ഹോസ്പിറ്റൽ means relieving a person from hospital
റിലീവിങ് എ പേഴ്സൺ ഫ്രം ഹോസ്പിറ്റൽ സെറ്റിംഗ് ഒന്നും കൂടി ഉണ്ട് കേട്ടോ. സെറ്റിംഗ് comma who admitted as an inpatient in that hospital. Inpatient in that hospital. ഒന്നുകൂടി വായിക്കാം കേട്ടോ. Discharge of patient from the hospital means relieving a person from hospital setting who admitted as an inpatient in that hospital. എഴുതിയോ പ്രതീക്ഷ? എഴുതി. നെക്സ്റ്റ് കേട്ടോ. നെക്സ്റ്റ് ഒരു പാരാഗ്രാഫ് ആയിട്ട് അല്ലെങ്കിൽ സെന്റൻസ് ആയിട്ട് തുടങ്ങാം. ഡിസ്ചാർജ് ഓർ ഡിസ്മിസൽ from the hospital means the departure of patient from the hospital. The departure of patient from the hospital. Discharge or dismissal from the hospital means the departure of patient from the hospital. Okay. എഴുതിയോ? എഴുതി മാം. എഴുതി അല്ലേ? നെക്സ്റ്റ് പോയിന്റ് സെന്റൻസ് ആയിട്ട് എഴുതാം കേട്ടോ. നെക്സ്റ്റ് താഴെയുള്ള പോയിന്റ് ആയിട്ട് എഴുതാം. Discharge from the hospital is the point at which the patient leaves the hospital. The patient leaves the hospital and return home or is transferred to another facility such as one for rehabilitation, or to a nursing home. Okay. എഴുതി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഓക്കെ. നമ്മള് റുട്ടീൻ ഡിസ്ചാർജ് നോക്കിയായിരുന്നില്ലേ? എന്താണ് പ്രതീക്ഷ റുട്ടീൻ ഡിസ്ചാർജ്? ലൈക്ക് ഡോക്ടേഴ്സ് നമ്മുടെ കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഡോക്ടേഴ്സ് പറഞ്ഞു വിടുന്ന അതാണ് അല്ലെ. അപ്പൊ നമുക്ക് ചില സ്റ്റെപ്പുകൾ ഉണ്ട് റുട്ടീൻ ഡിസ്ചാർജ് കേട്ടോ. അതായത് ഡോക്ടേഴ്സ് ആദ്യം എന്തൊക്കെയാണ് ചെയ്യുന്നത്, ലാസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരു രോഗി
ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ നിന്ന്, അതും ഡോക്ടർ റൊട്ടീൻ ഡിസ്ചാർജ് ചെയ്യുന്നതിലൂടെ. അപ്പൊ നമുക്ക് സ്റ്റെപ്പുകൾ ഒന്ന് എഴുതാം കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പൊ എഴുതിക്കോളൂ, സ്റ്റെപ്സ് ഓഫ് റൊട്ടീൻ ഡിസ്ചാർജ്. Steps of routine discharge. ഫസ്റ്റത്തേത് റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. ആദ്യം എന്താ ചെയ്യുന്നേ, ഡോക്ടർ എന്ത് കൊടുക്കുന്നു, റിട്ടേൺ ആയിട്ടുള്ള ഒരു ഓർഡർ കൊടുക്കും പേഷ്യന്റ് പോവാൻ വേണ്ടിട്ട് കേട്ടോ. എഴുതി തരുന്നു നമ്മളെ ഡിസ്ചാർജ് ആണ്. റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. രണ്ടാമത്തേത് ഡിസ്ചാർജ് കാർഡ്. 2 ഡിസ്ചാർജ് കാർഡ്. മൂന്നാമത്തേത് ഇൻഫോമിംഗ് അതർ ഡിപ്പാർട്ട്മെന്റ്സ്. മൂന്നാമത്തേത് ഇൻഫോമിംഗ് അതർ ഡിപ്പാർട്ട്മെന്റ്സ്. Fourth one, check payment of the bills. Check payment of the bills. And returning of the personal belongings. Returning of the personal belongings. 6 arrangement for transport. 6 arrangement for transport. 7 documentation. 7 documentation. ഞാനൊന്നുകൂടി വായിക്കാം കേട്ടോ. ഫസ്റ്റ് റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. രണ്ടാമത്തേത് ഡിസ്ചാർജ് കാർഡ്. 3 ഇൻഫോമിംഗ് അതർ ഡിപ്പാർട്ട്മെന്റ്സ്. 4 ചെക്ക് പേയ്മെന്റ് ഓഫ് ദ ബിൽ. 5 റിട്ടേണിംഗ് ഓഫ് ദ പേഴ്സണൽ ബിലോങ്ങിങ്സ്. 6 അറേഞ്ച്മെന്റ് ഫോർ ട്രാൻസ്പോർട്ട്. 7 ഡോക്യുമെന്റേഷൻ. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാം ഇതെങ്ങനെയാ വരുന്നത് കേട്ടോ. ആദ്യം എന്താ ചെയ്യാം, അതായത് രോഗിയെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ എന്ത് ചെയ്യുന്നു, ഡിസ്ചാർജ് എഴുതുന്നു. ഡിസ്ചാർജ് ഡോക്ടർ റിട്ടേൺ ആയിട്ടാണ് എഴുതുന്നത് അല്ലെ, അതായത് അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിംഗിൽ എന്ത് ചെയ്യുന്നു, ഒരു കാർഡ് ഡിസ്ചാർജ് ആണെന്ന് എഴുതുന്നു. രണ്ടാമത്തേത് ഡിസ്ചാർജ് കാർഡ് പേഷ്യന്റിന് കൊടുക്കുന്നു. ഓക്കെ, ഇനി തേർഡ് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ അറിയിക്കുന്നു. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രോഗിക്ക് ചിലപ്പോ എന്താ പറയാ, രോഗി ഇപ്പൊ പനിയായിട്ടാണ് വന്നത് വിചാരിക്കാം, ജനറൽ വാർഡിലാണ് കിടക്കുന്നത്. പക്ഷെ രോഗിക്ക് എന്താ ശ്വാസം മുട്ടലിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഡോക്ടർ അപ്പൊ രോഗി എന്തായാലും അവിടെയുള്ള ശ്വാസകോശ രോഗ വിദഗ്ധനുണ്ടല്ലോ, പൾമണോളജിസ്റ്റിന് എന്തായാലും പോയി കാണും. ഓക്കെ, അപ്പൊ അവിടുത്തെ ചികിത്സയും ഈ രോഗി എടുക്കുന്നുണ്ട്. അപ്പൊ ഇവര് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോ എന്താണ്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ഈ രോഗി വേറെയും ട്രീറ്റ്മെന്റ് എടുത്തിരിക്കുന്നത് അവിടെ എന്ത് ചെയ്യണം, ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് ഇൻഫോമിംഗ് അതർ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് നമ്മള് പേയ്മെന്റ് ബില്ലുകളൊക്കെ എന്ത് ചെയ്യുന്നു, സെറ്റിൽ ചെയ്യുന്നു. ഓക്കെ, പേയ്മെന്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്യാണ്. പിന്നെ നമ്മള് റിട്ടേണിംഗ് ഓഫ് ദ പേഴ്സണൽ ബിലോങ്ങിങ്സ്, അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്താ പറയാ, നമ്മുടെ സ്വർണ്ണാഭരണങ്ങളോ നമ്മുടെ പൈസോ
നമ്മുടെ വസ്ത്രങ്ങളൊക്കെ എന്ത് ചെയ്യാം, ചിലപ്പോ ഹോസ്പിറ്റൽ അതോറിറ്റിക്ക് നമ്മൾ കൊടുക്കും. ആ ഒരു വാർഡ് നഴ്സിന് നമ്മൾ കൊടുക്കാറുണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ച് മേടിക്കുന്നു. പിന്നീട് അറേഞ്ച്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ട്, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നു, പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വാഹന സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കുന്നു. പിന്നീട് ഡോക്യുമെന്റേഷൻ, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ഡോക്യുമെന്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, സ്റ്റെപ്സ് ഓഫ് പ്ലാൻ രജിസ്റ്റർ. കിട്ടിയോ? Yes, ma'am. ഓക്കെ. അപ്പൊ ഓർഡർ ഒന്ന് വായിച്ചേ പ്രതീക്ഷ, എങ്ങനെയാ ഓർഡർ വരുന്നേ, വായിച്ചേ സ്റ്റെപ്സ്. Steps. Okay. Written order by doctor. ആ. Discharge card. ഉം. Informing other departments. ആ. Check payment of the bill. ആ. Returning of the personal belongings. ആ. Arrangement for transport. ആ. The last documentation. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നമുക്ക് ചില അബ്രീവിയേഷൻസ് എഴുതാനുണ്ട്, ചില ഷോർട്ട് ഫോമുകൾ. ഇപ്പൊ നമ്മള് നേരത്തെ ഇത് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അതായത് ഡോക്ടറുടെ ഉപദേശത്തിനെതിരായിട്ട് പോവുകയാണ്, അതിനെ പറയുന്നതാണ് സാമ. ഓക്കെ, SAMA സാമ, ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാവൂ കേട്ടോ. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ ഫുൾ ഫോം നമുക്ക് ഇവിടെ എഴുതാനുണ്ട് കേട്ടോ. എന്താ, റെഡിയാണോ പ്രതീക്ഷ? Okay, okay. അപ്പൊ ഫസ്റ്റ് വൺ സാമ എന്ന് എഴുതാം കേട്ടോ. SAMA സാമ. SAMA സാമ. സൈനിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. സൈനിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. രണ്ടാമത്തേത് ലാമ. ലാമ, LAMA ലാമ. Leave against medical advice. Leave against medical advice. ഇനി ഡാമ, DAMA ഡാമ, ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. Next, DAOR. DAOR, discharge at own risk. Discharge at own risk. Next, DOPR. DOPR, discharge on patient request. Discharge on patient request. Next one, drama. DRAMA, drama. Discharge request against medical advice. Discharge request against medical advice.
ഓക്കെ, അപ്പൊ ലാമ എന്താ? ലാമ Leave against medical advice. ഓക്കെ. ഡാമയാണെങ്കിലോ? Discharge against medical advice. സാമ Signing against medical advice. DAOR Discharge at own risk. DOPR Discharge on patient request. DRAMA DRAMA. Discharge request against medical advice. ഓക്കെ, ഇതൊക്കെ എന്ത് തന്നെയാ? അതായത് ഡോക്ടറുടെ ഇഷ്ടത്തിനല്ലാതെ രോഗി തനിയെ പോകുന്ന ടേംസ് ആണ് കേട്ടോ ഇതൊക്കെ. ഓക്കെ, അതായത് അതായത് ചില ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് ഇതിനകത്ത്. ടേമുകൾ, അതായത് ഈ ടേം മൊത്തം എന്താ പറയുന്നത്? AMA ആണ്. മീൻസ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിന് വിപരീതമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സംഭവം ഉള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഇതിനകത്ത് തന്നെ ചില ഡിഫറൻസസ് ഉണ്ട്. അത് ഇനി വരുന്ന ക്ലാസ്സുകളിൽ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ഒരു കാര്യം ചെയ്യാം. അതായത് നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ പദസൂര്യൻ വരച്ചിട്ടില്ലേ? സൂര്യനോ? അങ്ങനെ ഒരു പദസൂര്യൻ വരയ്ക്കാം കേട്ടോ. ഒരു സർക്കിൾ കൊടുക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാ, ലൈൻ വരയ്ക്കാം. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും എഴുതാം കേട്ടോ. ഓക്കെ. ആദ്യം തന്നെ ഒരു സർക്കിൾ വരയ്ക്കാം. എന്നിട്ട് ടൈപ്സ് ഓഫ് ഡിസ്ചാർജ് എന്ന സർക്കിളിന്റെ ഉള്ളിൽ എഴുതാം കേട്ടോ. ടൈപ്സ് ഓഫ് ഡിസ്ചാർജ് എന്ന് എഴുതാം. ആദ്യത്തേതിൽ എഴുതാം. ഒരു എത്ര ലൈൻ ഉണ്ടെന്നോ? 1 2 3 4 5 കേട്ടോ. 5. ആ പദസൂര്യനിൽ 5 ലൈൻ മുകളിലേക്കും താഴേക്കും ഇടത്തേക്കും വലത്തേക്കും ഒക്കെ കൊടുക്കാം. 5 എണ്ണം ഉണ്ട് കേട്ടോ. അങ്ങനെ ആദ്യത്തേതിൽ എഴുതാം ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താ? ഒരു ഡിസ്ചാർജ് ആണ് അല്ലെ? ട്രാൻസ്ഫർ എഴുതാം. രണ്ടാമത്തേൽ എഴുതാം ഡാമ, ഒരു സ്ലാഷ് ഇട്ടിട്ട് ലാമ. ഒന്നല്ലെങ്കിൽ ഡാമ അല്ലെങ്കിൽ ലാമ എന്ന ഇതിലാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ലാമ എഴുതാം, ഒരു സ്ലാഷ് ഇട്ടിട്ട് ഡാമ എന്ന് കൂടി എഴുതാം. നാലാമത്തേത് പ്ലാന്റ് എന്ന് എഴുതാം കേട്ടോ. പ്ലാന്റ് നമ്മുടെ റുട്ടീൻ ഡിസ്ചാർജ് ഇല്ലേ? പ്ലാന്റ് ഡിസ്ചാർജ്. പ്ലാനഡ് എന്ന് എഴുതാം. നാലാമത്തേതില് ഡെത്ത് എന്ന് എഴുതാം. ഡെത്ത്. അഞ്ചാമത്തെ 5th വൺ ആയിട്ട് എഴുതാം അബ്സ്കൗണ്ട് എന്ന് കേട്ടോ. അബ്സ്കൗണ്ട് ABSCOUND. അബ്സ്കൗണ്ട് എഴുതിയോ? എഴുതി. ഇതിനകത്ത് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞാണ് അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ്? അതൊരു ഡിസ്ചാർജ് ആണ്. പിന്നെ ലാമ എന്ന് പറയുന്നത് എന്താണ്? AMA എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. പ്ലാന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതും ഒരു ഡിസ്ചാർജ് ആണ്. പിന്നെ ഡെത്തിൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്താ? അതും എന്ത് തന്നെയാ? ഒരു ഡിസ്ചാർജ് തന്നെയാ കേട്ടോ. അതിനകത്ത് ഡെത്തിന്റെ താഴെയായിട്ട് എഴുതാം കേട്ടോ. ഡെത്തിന്റെ താഴെയായിട്ട് എഴുതാം. After the death of patient,
after the death of patient, the dead body is handed over to the relatives. After completing the discharge procedure. After completing the discharge procedure. ഓക്കെ, ഇനി അബ്സ്കോണ്ടിന്റെ താഴെയിട്ടേത്. അബ്സ്കോണ്ട് എന്ന് പറയുന്നത് ഒളിച്ചോട്ടമാണ് കേട്ടോ. ചില രോഗികൾ എന്ത് ചെയ്യും, ആശുപത്രികളിൽ നിന്ന് ചാടിപ്പോയില്ലേ, അതും എന്ത് തന്നെയാ, ഒരു ടൈപ്പ് ഓഫ് ഡിസ്ചാർജ് തന്നെയാണ് കേട്ടോ. അത് എഴുതാന്റെ താഴെയിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. പേഷ്യന്റ് ലീവ്സ് വിത്തൗട്ട് prior information. Patient leave without prior information. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് ഡിസ്ചാർജിൽ വരുന്ന ആ ഒരു പദസൂര്യയിൽ വരുന്ന കാര്യങ്ങൾ കേട്ടോ. നന്നായിട്ട് വായിക്കുക, തന്നിരിക്കുന്ന നോട്ട് കേട്ടോ. എക്സ്പ്ലനേഷൻ ഇതിന്റെ കണ്ടിന്യൂസ് നാളെ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.